ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ക്രാഫ്റ്റ്, ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ റിക്വസ്റ്റ് പ്രകാരം അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഉണ്ടാക്കാം. നമ്മളതിനൊരു ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുകയാണ്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ചിറകിലേക്ക് വയ്ക്കാൻ പറ്റും. വിങ്സിൻ്റെ മുകളിൽ നമ്മളൊരു മരത്തിൽ നിന്നുള്ള ലീവ്സ് പൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, അതിന് മുന്നോട്ടുള്ള വീഡിയോയിൽ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ കാർഡ്ബോർഡിൽ നമ്മൾ ആ ലീവ്സിൻ്റെ ഷേപ്പ് വെച്ചിട്ട് കുറച്ച് റൗണ്ട്സ് വെട്ടിയെടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അത് നമ്മൾ ആദ്യം ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ നമ്മളത് വെട്ടിയെടുക്കുക ലീവ്സിൻ്റെ ഷേപ്സിൽ. അതിനുശേഷം ഇതുപോലെ രണ്ട് മൂന്ന് പീസ്, അതായത് ടോട്ടലി നമുക്കൊരു 60 പീസസ് വേണം. അത് ഞാൻ വെട്ടിയെടുത്തതിന് ശേഷമുള്ള പീസുകൾ വേറെയും കാണിക്കുന്നുണ്ട്, മുന്നോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കതിൻ്റെ മറ്റേ ശരിയായ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വിങ്സിൽ വരുന്ന ഒരു ഷേപ്പും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു ജസ്റ്റ് നമുക്കൊരു വേഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ചന്ദ്രൻ്റെ പോലത്തെ ഹാഫ് ചന്ദ്രൻ, ഹാഫ് മൂൺ ഉള്ള ഒക്കെ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. അതുപോലെ നമ്മളിതുകളെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്കിങ്ങനെ ഒരു ചിറകിൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതും നമുക്ക് ആ മൊത്തം വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിന് ശേഷം നമ്മൾ വിങ്സ് വെട്ടിയെടുക്കുക. പിന്നെ വിങ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വിങ്സ് ഇതുപോലെ ഒരു മെഷാണ്. ഇവിടെ ഒരു വേസ്റ്റായിട്ട് കിടന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് ഉണ്ടായിരുന്നു. ആ മെഷ് അധികം വലിയ കട്ടിയൊന്നുമില്ല. അതിന് നമ്മളൊരു അതിൻ്റെ ഒരു കമ്പി വെച്ച് നമ്മളൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതേപോലെ പൂമ്പാറ്റയുടെ ഷേപ്പ് വെട്ടി ലെഫ്റ്റ് സൈഡിൽ ഈ വിങ്സാണ് നമ്മൾ ചെയ്യുക. ഇതുപോലെ മെഷ് വെച്ചിട്ട് ഇതുപോലെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ. അതിന് ശേഷം നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്കത് ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡും. പിന്നെ നമ്മൾ ഈ നേരത്തെ ഒരു ഷേപ്പ് അനുസരിച്ച് ഒരു ചന്ദ്രൻ്റെ ഷേപ്പൊക്കെ വെട്ടിയെടുത്തത് അതിലൊട്ടിക്കുക. അതായത് ഇപ്പം ഞാൻ ഈ കമ്പി വെച്ചിട്ട് അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഇതിൽ ഒട്ടിക്കേണ്ട 60 പീസുകൾ, ഇതുപോലെ 60 പീസുകൾ നമ്മൾ വെട്ടിയെടുക്കണം. ചിലവർക്ക് ചെറിയ പൂമ്പാറ്റയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് അതിന് കുറയ്ക്കാം. 30 പീസിൻ്റെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഞാനൊരു 10-60 വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തതിൻ്റെ പോർഷനാണ് കാണുന്നത്. ആ മെഷിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒട്ടിച്ച് ആ മെഷിലേക്ക് ലീവ്സ് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ആ ഭാഗങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ രണ്ട് സൈഡും ഒട്ടിച്ചു. ഇനി നമുക്കതിന് ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു വൈറ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇനീഷ്യൽ ഒരു വൈറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൈറ്റ് എല്ലാത്തിലേക്കും നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരിക. ഞാനെന്ന് വെച്ചാൽ വീഡിയോ കുറേ ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കിയിട്ട് കാര്യമില്ല. ഒരു 12 മിനിറ്റൊക്കെ വീഡിയോ ആകുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. ഇതുപോലെയാണ് നമുക്കത് പെയിൻ്റ് അടിക്കുമ്പോൾ ഫൈനൽ ലുക്ക് കിട്ടുക. ബ്ലാക്ക് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യെല്ലോ അടിച്ചിട്ടുണ്ട്. യെല്ലോയ്ക്ക് റൈറ്റ് സൈഡിൽ വരുന്ന ഇതിന് യെല്ലോയ്ക്ക് ഒരു ഓറഞ്ചിഷ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED കൊടുക്കാം. LED വെച്ചൊരു അഡാപ്റ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ കാണാൻ ഭംഗിയായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് LED ചെയ്തതെന്ന്. ഇത് ലെങ്തി അല്ലാത്തൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് പൂമ്പാറ്റ വരുന്നത്. ഇനി നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്താണ് ഇത് ഇനി വരുന്നത്. ഞാൻ ചുമരിൽ ഫിക്സ് ചെയ്താണ് ഒരു ലൈറ്റിൻ്റെ അടിയിലായിട്ട്. അതിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഞാൻ ഇടാം. ഇപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നൊരു ലുക്ക് വരുന്നത്. ഇത് LED ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരുമ്പോൾ നല്ല രസമാണ്. നമുക്ക് സിംഗിളായിട്ടും കൊടുക്കാം. ഓരോ ലീഫിൻ്റെ അടിയിലും നമുക്ക് LED കൊടുക്കാം, സിംഗിൾ LED. ഇത് ഞാൻ കുറച്ച് ലെങ്തി LED വെച്ച് കൊടുത്തതാണ് ഈ കാണുന്നത് നൈറ്റ് ലുക്ക്. രാത്രിത്തുള്ള ലുക്കാണ് ഇത്, ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു.